ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെറുപയർ പരിപ്പ് പായസമാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ ചെറുപയർ പരിപ്പ് പായസം തയ്യാറാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലൊരു കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ചെറുപയർ പരിപ്പ് തന്നെയാണ്. ഞാനിപ്പോൾ ഒരു അരക്കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. അതായത് അരക്കപ്പ് കറക്റ്റ് ആ ഒരു മട്ടത്തിനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തതാണ്. അപ്പോഴത്തേക്കാണ് ഇതുപോലെ ഇങ്ങനെ നിറഞ്ഞു വന്നിട്ടുള്ളത്. ആ കഴുകിയല്ല കംപ്ലീറ്റ് വെള്ളവും മാറിയതിന് ശേഷം ഇതുപോലെ കുക്കറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുക്കറിലേക്ക് പരിപ്പൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. അതായത് ഇതിൻ്റെ കളർ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങണം. അതായത് ഇപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു മഞ്ഞ കളറല്ലേ, ഈ മഞ്ഞ കളർ ഒന്ന് മാറി തുടങ്ങുന്ന സമയം വരെ ഒന്ന് വറുത്തെടുക്കണം. നമുക്ക് ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഒന്ന് വറന്ന് കിട്ടിക്കോളും. അപ്പോൾ ഫസ്റ്റിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കും. അത് വന്നിട്ട് ആ വെള്ളം ഉള്ളതിൻ്റെ പേരിലാണ്. ആ വെള്ളം എല്ലാം നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും പിന്നീട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. വളരെ കുറച്ച് സമയം മാത്രം ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ഈ പയറെല്ലാം ലൈറ്റായിട്ട് എൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയാണ്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരണം എന്നോ അങ്ങനെയുള്ള ആവശ്യമൊന്നുമില്ല. ലൈറ്റായിട്ട് ഇതിൻ്റെ കളർ ഒന്ന് മാറി തുടങ്ങുന്ന ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു അരക്കപ്പിൽ നിന്നും ഒരല്പം കുറവായിട്ട് ഞാൻ ചവരി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു അരമണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ആ വെള്ളം ചെറുതായിട്ട് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ കുതിർത്തെടുത്ത വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നമ്മൾ ചവരി ഒന്ന് കുതിർത്തിട്ട് വേണം ഇതുപോലെ നമ്മുടെ ഈ പരിപ്പിലേക്ക് ചേർക്കാനായിട്ട്. ഇതുപോലെ എല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരക്കപ്പ് അളവിൽ ചെറുപയർ പരിപ്പും അതുപോലെ തന്നെ അരക്കപ്പിൽ നിന്ന് അല്പം കുറവായിട്ട് ചവ്വരി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് നമ്മൾ ആകെ വെക്കേണ്ട വെള്ളം എന്ന് പറയുന്നത് 2.5 കപ്പ് അളവിലാണ് വെള്ളം വെക്കേണ്ടത്. ഇതുപോലെ ഒരു 2.5 കപ്പ് അളവിൽ വെള്ളവും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അല്പം എണ്ണയും കൂടി ഒന്ന് ചേർക്കണം. വളരെ കുറച്ച് മാത്രം എണ്ണ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതൊരു 2 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ചെറുപയർ പരിപ്പും അതുപോലെ തന്നെ നമ്മുടെ ഈ ചവ്വരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഒരു 2 വിസിൽ വരുന്നത് വരെ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ഒരുപാട് ഫ്ലെയിം കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയം നമുക്ക് ശർക്കര പാനീയം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 250 ഗ്രാം അളവിലാണ് ശർക്കര എടുക്കുന്നത്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. കൂടെ തന്നെ ഇതുപോലെ 1 കപ്പ് അളവിൽ വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഈ ശർക്കരയെല്ലാം നല്ലതുപോലെ ഒന്ന് ഉരുകി വരട്ടെ. ഒരുപാട് സമയം ഇത് തിളയ്ക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. നമ്മുടെ ശർക്കരയെല്ലാം നല്ല രീതിയിൽ ഒന്ന് ഉരുകി കിട്ടിയാൽ മാത്രം മതിയാവും. ഇപ്പോൾ നമ്മുടെ ഈ ശർക്കര പാനിയെല്ലാം നന്നായിട്ട് നിന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ശർക്കരയെല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലിപ്പോൾ അത്യാവശ്യം തരിയും ചെറിയ ചെറിയ പൊടിക്കല്ലുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനായിട്ട് നമുക്കൊന്ന് അരിച്ച് വേണം എടുക്കാനായിട്ട്. നമ്മുടെ ഈ പരിപ്പും ചവരിയും എല്ലാം വേവിക്കാൻ വെച്ചിട്ട് ഒരു 2 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ആ കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷം മാത്രം ഒന്ന് തുറന്ന് നോക്കാം. ഈ ഒരു സമയം നമ്മുടെ ഈ ചവരിയും അതുപോലെ തന്നെ ചെറുപയർ പരിപ്പും എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ള ആ വെള്ളം കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. കൂടുതൽ വെള്ളം വെക്കേണ്ട ആവശ്യമില്ല. ഒരു 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് നമ്മൾ ചവരി കുക്കറിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചവരിയും വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇതുപോലെ എന്തെങ്കിലും തവി കൊണ്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കാം. ചവരി ആ സമയത്ത് അതിൻ്റെ കൂടെ ഉടഞ്ഞു പോകില്ല. നമ്മുടെ ഈ പരിപ്പ് മാത്രമേ ആ ഒരു രീതിക്ക് ഉടഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ശർക്കര പാനിയും കൂടി. അതിലെ കല്ല് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി ഒന്ന് അരിച്ചെടുത്ത ശർക്കര പാനി വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ശർക്കര പാനിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഈ സമയത്തെല്ലാം ഞാനൊന്ന് മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഒരുപാട് ഫ്ലെയിം അങ്ങനെ വേണ്ട. മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചുകൂടി കുറച്ചിട്ട് വേണം വെക്കാനായിട്ട്. ഇതുപോലെ നന്നായിട്ട് നമ്മുടെ ശർക്കര പാനിയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി
അതുപോലെ തന്നെ ഈ ഒരു അളവിൽ ഒരേ ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടി ചേർക്കുകയാണ്. ഉപ്പ് കൂടി പോകരുത്, വളരെ കുറച്ച് മാത്രം മതിയാവും. നമ്മളെപ്പോഴും മധുരമൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഒരല്പം ഉപ്പ് ചേർക്കാറുണ്ട്. അതുപോലെ ഒരല്പം ഉപ്പ് മാത്രം. അതിനുശേഷം വീണ്ടും നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇതൊന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ചു തുടങ്ങുന്ന ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്ക് വേണ്ടതാണ് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1 കപ്പ് അളവിൽ തേങ്ങാപ്പാലും കൂടിയാണ്. 1-ാം പാൽ വേണം ചേർക്കാനായിട്ട്, അതായത് നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന തേങ്ങാപ്പാൽ. അതുപോലെ തന്നെ പശുവിൻ പാലൊന്നും നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ പറ്റില്ല, കാരണം ശർക്കര ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ നമ്മളിപ്പോൾ ഇതിലേക്ക് പശുവിൻ പാൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകും, അത് തിരഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ പേരിലാണ് പ്രത്യേകം ഞാൻ എടുത്ത് പറയുന്നത്. തേങ്ങാപ്പാൽ മാത്രമേ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് നമ്മുടെ ഈ താളിപ്പും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടി പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. നമ്മുടെ പായസത്തിലെ താളിപ്പിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഒരു ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കുകയാണ്. ഫസ്റ്റ് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. പിന്നീട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ചേർക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കേട്ടോ. ചിലർക്കൊക്കെ മുന്തിരി ചേർക്കുന്നത് ഇഷ്ടമാവില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. തേങ്ങാക്കൊത്തെല്ലാം ചെറിയ രീതിയിലൊന്ന് മൊരിഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങട്ടെ. ഞാനിപ്പോൾ ഇതുപോലെ നമ്മുടെ ഈ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും എല്ലാം നന്നായിട്ടൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ നല്ലൊരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. മുന്തിരി ചേർത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് താളിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് നേരെ നമ്മുടെ ഈ പായസത്തിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുപയർ പരിപ്പ് പായസമാണെന്ന്. ഉറപ്പായിട്ട് നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒന്ന് തയ്യാറാക്കി കൊടുക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്ക് മറക്കാതെ ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. നമ്മുടെ ഈ പായസം ഇപ്പോൾ ചൂട് സമയത്ത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. തണുത്ത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും കുറച്ചുകൂടി കട്ടിയാവും. പിന്നീട് നമ്മളത് ചൂടാക്കുന്ന സമയത്ത് കുറച്ച് ചൂട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നീട് നമ്മൾ തേങ്ങാപ്പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചൂട് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് എത്രത്തോളം കട്ടി വേണോ അതിനനുസരിച്ചിട്ട് പായസം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.